എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയതും സത്യത്തിൽ നമ്മളെ അല്പം ഞെട്ടിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മികച്ച ദൃശ്യാനുഭവത്തോടെ തികച്ചും ഒരു സിനിമാറ്റിക് ശൈലിയിലാണ് ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എപ്സ്റ്റീൻ ഫയലുകളുടെ ആ 3 ദശലക്ഷത്തോളം വരുന്ന പേജുകളാണ്. കേവലം ഒരു ക്രിമിനൽ ശൃംഖലയെക്കുറിച്ചല്ല ഈ രേഖകൾ പറയുന്നത്, മറിച്ച് അധികാരത്തിന്റെ അതിപുരാതനവും തീർത്തും രഹസ്യവുമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് എന്നാണ് ഒരു പ്രധാന സിദ്ധാന്തം. യാതൊരു മുൻവിധികളുമില്ലാതെ ഈ രേഖകൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. ലോകത്തിലെ സകല സൗഭാഗ്യങ്ങളും അധികാരവുമുള്ള മനുഷ്യർ എന്തിനാണ് ഇത്രയും ഭയാനകമായ അതിക്രമങ്ങളിൽ ഏർപ്പെടുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യമാണ് ഈ റിപ്പോർട്ടിന്റെ കാതൽ. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലുള്ള ഒരു ആഡംബര കപ്പലിൽ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് FBI ആർക്കൈവ് ചെയ്ത, എന്നാൽ ഒരിക്കലും അന്വേഷിക്കാത്തൊരു റിപ്പോർട്ടിനെക്കുറിച്ച് സോഴ്സ് മെറ്റീരിയൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. എന്തിനാണ് അവർ ആ പ്രമാണം വെറുതെ ആർക്കൈവ് ചെയ്തു വെച്ചത്? എന്തായിരിക്കും അതിനു പിന്നിൽ? ഈ അന്വേഷണ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതാണ്. ഇതൊരിക്കലും വെറുമൊരു ക്രിമിനൽ സംഘമല്ല കേട്ടോ. മനുഷ്യന്റെ സ്വാഭാവികമായ ധാർമ്മികതയെ പൂർണ്ണമായും കീഴ്മേൽ മറിക്കുന്ന, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അധികാരത്തിന്റെ ഒരു ചരിത്രപരമായ സാങ്കേതിക വിദ്യയാണിത്. അതെ, മനുഷ്യ അധികാരത്തിന്റെ ഏറ്റവും ഇരുണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് തന്നെയാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ സിദ്ധാന്തത്തിന്റെ ആദ്യത്തെ പ്രധാന ഭാഗത്തേക്ക് വരാം, അതായത് ദി ഗ്രിമോയർ തിയറി. ഈ സിദ്ധാന്തമനുസരിച്ച് ജെഫ്രി എപ്സ്റ്റീൻ വെറുമൊരു വേട്ടക്കാരനല്ല, മറിച്ച് പ്രാചീനവും രഹസ്യവുമായ ചില മാന്ത്രിക രേഖകളുടെ കാവൽക്കാരനാണ്. അതെ, കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ രേഖകൾ പറയുന്നതാണ്. ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫിക് സാങ്കേതിക വിദ്യ വഴി സ്ഥിരീകരിച്ച 18,000-ഓളം ബ്ലൂംബർഗ് ഇമെയിലുകളാണ്. ഭൂമിയിലെ ഏറ്റവും ശക്തരായ മനുഷ്യരുമായുള്ള തന്റെ ബന്ധങ്ങളും അവരുടെ രഹസ്യങ്ങളും എപ്സ്റ്റീൻ വളരെ കൃത്യതയോടെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരുന്നത്. പുരാതന കാലത്ത് അതിശക്തരായ അസ്തിത്വങ്ങളെ ബന്ധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആർസ് ഗോയേഷ്യ എന്ന മാന്ത്രിക ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അല്ലേ? ഏകദേശം അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നത്. സത്യത്തിൽ എന്താണ് ഈ ഗ്രിമോയർ? ലളിതമായി പറഞ്ഞാൽ മാന്ത്രിക വിദ്യകളുടെ ഒരു പാഠപുസ്തകം. എന്നാൽ ഈ സിദ്ധാന്തമനുസരിച്ച് അത് അധികാരബന്ധങ്ങളുടെയും അതിക്രമങ്ങളുടെയും അതുപോലെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിബന്ധനകളുടെയുമൊക്കെ ഒരു കണക്ക് പുസ്തകമാണ്. ഒരു ആയുധം പോലെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. എപ്സ്റ്റീൻ എടുത്ത ഓരോ ഫോട്ടോഗ്രാഫും ഒരു മുദ്രയായും ഓരോ ഫ്ലൈറ്റ് ലോഗും ഒരു മന്ത്രോച്ചാരണവുമായും പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ രഹസ്യവലയത്തിലേക്ക് ഉന്നതരായ ആളുകളെ എത്തിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്ന പ്രധാന കണ്ണിയായി ഗിസ്ലിൻ മാക്സ്വെൽ പ്രവർത്തിച്ചു എന്നും ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം. ഈ ക്രൂരമായ ആചാരങ്ങൾക്ക് പിന്നിലെ 3 പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ക്രൂരമായ ആചാരങ്ങൾ കാണാം. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ, ഈ രഹസ്യ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ആചാരങ്ങൾക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. 1. ഒരു വ്യക്തിയുടെ പഴയ സ്വത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക. 2. എല്ലാവരും ഒരേ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി പരസ്പരം വിട്ടുമാറാനാവാത്ത വിധം ബന്ധിക്കപ്പെടുക. 3. ഒരു എഗ്രിഗറിനെ സൃഷ്ടിക്കുക, അതായത് മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവശാസ്ത്രപരമായ വിലക്കുകൾ ലംഘിക്കുമ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ തന്നെ പൂർണ്ണമായും സ്ഥിരമായി മാറിമറിയുന്നുവെന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ എഗ്രിഗർ എന്ന്, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കൂട്ടായ ആചാരങ്ങളിലൂടെയും കുറ്റകൃത്യങ്ങളിലൂടെയും ഒരു സംഘം ആളുകൾ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു മാനസിക അസ്തിത്വമാണിത്. എപ്സ്റ്റീന്റെ ദ്വീപിൽ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടത് ഈ അസ്തിത്വത്തിന് ഊർജ്ജം പകരാനായിരുന്നു എന്നാണ് വിശകലനം ചെയ്യപ്പെടുന്നത്. സ്വന്തം യുക്തിയേക്കാളും വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാളും ഉപരിയായി ഈ സംഘത്തോടുള്ള വിശ്വസ്തത നിലനിർത്താൻ ഇതവരെ നിർബന്ധിതരാക്കി. ഇതിനെ ഒരു മോലോക് തത്വമായി കണക്കാക്കാം. ഏറ്റവും വിലപ്പെട്ടതായ ഒന്നിനെ, പ്രത്യേകിച്ച് കുട്ടികളുടെ നിഷ്കളങ്കതയെ ഇല്ലാതാക്കുന്നത് ഒരു വ്യക്തിയുടെ ധാർമ്മിക ബോധത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ടൂളായിട്ടാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതെ, കേൾക്കുമ്പോൾ ഭയം തോന്നും. MK അൾട്രാ പോലുള്ള രഹസ്യ പ്രോജക്റ്റുകളിലും സമാനമായ മാനസിക മാറ്റങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇതിലെ മറ്റൊരു വലിയ വെളിപ്പെടുത്തലിലേക്ക് വരാം. ഇതൊന്നും ഒരു ആധുനിക പ്രതിഭാസമല്ല എന്നാണ് രേഖകൾ പറയുന്നത്. ചരിത്രത്തിലുടനീളം പല കാലഘട്ടങ്ങളിലായി രഹസ്യമായി കൈമാറി വന്ന ഒരു പാരമ്പര്യമാണിത്. 3ാമത്തെ ഭാഗമായ ചരിത്രപരമായ രഹസ്യ ശൃംഖലകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അധികാരത്തിന്റെ ഈ ക്രൂരമായ ഘടനകൾക്ക് എത്രത്തോളം ചരിത്രപരമായ തുടർച്ചയുണ്ടെന്ന് ഈ നാൾവഴികൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 1800 BC-യിലെ മെസൊപ്പൊട്ടേമിയൻ പാരമ്പര്യങ്ങൾ മുതൽ
പുരാതന കാർത്തേജിലെ കുട്ടികളെ ബലി നൽകുന്ന ആചാരങ്ങൾ, 1400കളിലെ ഗിൽസ് ഡി റെയ്സിന്റെ ആചാരങ്ങൾ, 1670കളിലെ ഫ്രഞ്ച് രാജകൊട്ടാരത്തിലെ അഫെയർ ഓഫ് ദി പോയ്സൺസ്, ഏറ്റവും ഒടുവിൽ 1950കളിലെ MK അൾട്രാ വരെ നീളുന്ന ഒരു ഞെട്ടിക്കുന്ന ചരിത്രം ഈ അന്വേഷണം നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു. പാശ്ചാത്യ രഹസ്യ ആചാരങ്ങളും ഇന്നത്തെ ആധുനിക രഹസ്യാന്വേഷണ ഏജൻസികളും തമ്മിലുള്ള ബന്ധവും ഈ രേഖകൾ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്റലിജൻസുമായി ചേർന്ന് പ്രവർത്തിച്ച അലിസ്റ്റർ ക്രോളി, ജാക്ക് പാർസൺസ്, മൈക്കിൾ അക്വിനോ, പിന്നെ CIA-യുടെ സിഡ്നി ഗോട്ട്ലീബ് തുടങ്ങിയവരുടെ പേരുകൾ ഇത് ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. മനഃശാസ്ത്രപരമായ യുദ്ധമുറകളും ഇത്തരം രഹസ്യ ആചാരങ്ങളും തമ്മിലുള്ള ഞെട്ടിക്കുന്ന ബന്ധമാണ് ഇവിടെ വെളിവാകുന്നത്. ഇനി നമുക്ക് ഈ ശൃംഖലയുടെ യഥാർത്ഥ ഘടനയെക്കുറിച്ച്, അതിന്റെ ആർക്കിടെക്ചറിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. എപ്സ്റ്റീന്റെ ഈ ശൃംഖല പുരാതന കാലത്തെ രഹസ്യ പാഠശാലകളുടെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവുമായ നിയമങ്ങളെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി പിന്തുടരുന്നത് എന്ന് ഈ ഭാഗം വിശദീകരിക്കുന്നു. ഇതൊരു പടിപടിയായുള്ള പ്രവേശന സംവിധാനമായിരുന്നു. അതായത്, ആദ്യം മാൻഹാട്ടനിൽ വെച്ച് ആളുകളെ കണ്ടെത്തുന്നു, പിന്നീട് അവിടെ നിന്നും പാം ബീച്ചിലേക്ക്, ഏറ്റവും ഒടുവിൽ രഹസ്യങ്ങളുടെ കേന്ദ്രമായ ആ ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപിലേക്ക്. ഓരോ സ്ഥലവും ഈ ആചാരങ്ങളുടെ പുതിയ പുതിയ തലങ്ങളെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. മലമുകളിലെ ആ ക്ഷേത്രത്തിലെത്തുമ്പോഴേക്കും അവർ പൂർണ്ണമായും ഇതിൽ കുടുങ്ങിയിട്ടുണ്ടാകും. അവിടെ നിന്നൊരു മടക്കയാത്ര അസാധ്യമാണ്. ഇവിടെ വെള്ളത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. സാധാരണ ലോകത്തെയും ഈ രഹസ്യ ഇടത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർത്തിയായാണ് വെള്ളം കണക്കാക്കപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ പഴയ സ്വത്വത്തെ അലിയിച്ചില്ലാതാക്കുന്നൊരു മാധ്യമമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലോ അല്ലെങ്കിൽ ആരും അറിയാത്ത ഒറ്റപ്പെട്ട ദ്വീപുകളിലോ വെച്ച് നടക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലേ? ഈ വ്യവസ്ഥയുടെ ഒരു ഗണിതശാസ്ത്രപരമായ കൃത്യത നൂറ്റാണ്ടുകളായി ഒരേപോലെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശക്തനായ ഒരു കേന്ദ്ര വ്യക്തി, ദുർബലരായവരെ ലക്ഷ്യമിടുന്ന ഏജന്റുമാർ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, പുറം ലോകവുമായുള്ള ബന്ധം നിയന്ത്രിക്കുന്ന ഗേറ്റ് കീപ്പർമാർ, എല്ലാവരെയും എന്നേക്കുമായി ബന്ധിച്ചു നിർത്താൻ രേഖകൾ സൂക്ഷിക്കൽ, ഒപ്പം ഉന്നത തലത്തിലുള്ള സംരക്ഷണം. ഒന്നാലോചിച്ചു നോക്കൂ, മധ്യകാല ഫ്രാൻസ് മുതൽ ഇന്നത്തെ US വിർജിൻ ഐലൻഡ്സ് വരെ ഇതിൽ യാതൊരു മാറ്റവുമില്ല. നമ്മൾ ഈ അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. 5ാമത്തെ ഭാഗം അധികാരത്തിന്റെ യഥാർത്ഥ ഘടനയെക്കുറിച്ചുള്ള വളരെ അസ്വസ്ഥജനകമായ ചില ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. ഇതിന് ഉത്തരം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഇതിന് പ്രധാനമായും 2 തരത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ഉത്തരം, അതായത് തികച്ചും സാധാരണമായ ഒരു സമൂഹത്തിലെ ചുരുക്കം ചില മനോരോഗികൾ മാത്രമാണ് ഇവരൊക്കെ എന്നത്. നമ്മളൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും അതാണ്. എന്നാൽ ഈ സിദ്ധാന്തം നൽകുന്ന ഉത്തരം അതല്ല. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത അധികാരത്തിന്റെ ഒരു സ്വാഭാവികമായ ഫലമാണ് ഇത്തരം അതിക്രമങ്ങൾ. ധാർമ്മികമായ അതിരുകൾ ലംഘിക്കുന്നത് മറ്റു മനുഷ്യർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയായി അവർ ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. ധാർമ്മിക നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടുതൽ അധികാരം നേടിയെടുക്കുന്നു. ഇതൊരു സ്വയം വളരുന്ന ചക്രമാണ്. ധാർമ്മികതയുടെ അതിരുകൾ മായ്ച്ചു കളയുമ്പോൾ ആ വ്യവസ്ഥിതി അതിലെ ആളുകളേക്കാൾ ശക്തമായി മാറുന്നു. ആ കേന്ദ്രസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായി മാറുമ്പോൾ അവരെ ഈ വ്യവസ്ഥിതി തന്നെ ഇല്ലാതാക്കുന്നത് ഇതുകൊണ്ടാണ്. വ്യക്തികളില്ലാതായാലും വ്യവസ്ഥിതി എപ്പോഴും നിലനിൽക്കും. ഒടുവിൽ നമ്മുടെ മുന്നിൽ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാകുന്നു. ഇപ്പോൾ ആ ആർക്കൈവ് ആരുടെ കൈവശമാണ്? മുദ്രവയ്ക്കപ്പെട്ട 6 ദശലക്ഷം പേജുകൾ അർത്ഥമാക്കുന്നത് ഈ ഗ്രിമോയർ ഇപ്പോഴും സുരക്ഷിതമായി എവിടെയോ ഇരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ അധികാരത്തിന്റെ ഈ രഹസ്യരൂപരേഖ ഇപ്പോൾ ആരുടെ നിയന്ത്രണത്തിലാണ്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഉത്തരങ്ങൾ നമ്മളെ തേടിയെത്തും.